സാറ് കഴിഞ്ഞ ആഴ്ച ആയുർവേദത്തിലെ 7 തരം രോഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഒരു ദിവസം വിശദമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. അത് സഹജം, ഗർഭജം, ജാതജം, കാലജം, പീഡജം, സ്വഭാവജം, പ്രഭാവജം എന്നിങ്ങനെ. അപ്പൊ സാർ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായി. പറയാമോ? ഒന്നാമത്തത് സഹജം സാർ. സഹജം എന്ന് പറയുന്നത് നമ്മളത് സൂചിപ്പിച്ചു, സഹജത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ജന്മനാ ഉള്ള രോഗങ്ങൾ, അതായത് പിന്നെ രോഗങ്ങൾക്ക് കാരണം പാപമാണെന്നാണ് പൊതുവെ ആയുർവേദം പറയുന്നത്. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതയെന്നാണ്, വ്യാധിയുടെ രൂപത്തിൽ വരുന്നു എന്നാണ്. അപ്പോൾ ഈ കർമ്മം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതോ ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. കർമ്മങ്ങൾ തന്നെ, പാപങ്ങൾ തന്നെ 10 വിധത്തിൽ പാപങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് പിന്നെ വരാം. അത് മാനസികം, പിന്നെ ക്ഷമിക്കണം, ശാരീരികം, മാനസികം, വാചികം, ഇങ്ങനെ 3 തരത്തിൽ തന്നെ കർമ്മങ്ങൾ തന്നെയുണ്ട്, പാപങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് വിട്ടാം. ഇപ്പോൾ ഈ സാർ ചോദിച്ച ആദ്യത്തെ സഹജം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ കൊണ്ടുവരുന്നതാണ്. ജനിക്കുമ്പോൾ തന്നെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ജനനത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മതകളിൽ ചേർച്ചയില്ലായ്മ വരുന്നു. പ്രപഞ്ചത്തിന്റെ ഏകത്വത്തിൽ നിന്ന്, പ്രപഞ്ചമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചമായി വിഘടിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം കാണുന്നത്. സാറിന്റെ അഭിപ്രായത്തിൽ ഇത് ബ്രഹ്മമെന്നും ശൂന്യവാദികൾ ഒന്നുമില്ലാത്ത പ്രജ്ഞയെന്നും ഒക്കെ വിളിക്കുന്ന കാര്യങ്ങൾ വിഘടിച്ചു കഴിഞ്ഞാണ് പ്രപഞ്ചം ഉണ്ടായിത്തീരുന്നത്. അത് ഓരോ സ്ഥലത്തും യുണൈറ്റ് ചെയ്യുമ്പോഴാണ് സൃഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് യൂണിയൻ, ആ യൂണിയനകത്താണ് ജീവന്റെ സാന്നിധ്യം വരുന്നത്. വീണ്ടും അത് പലതരത്തിലുള്ള യൂണിയനുകളുണ്ട്. ശാരീരികമായിട്ടുള്ള യൂണിയൻ മാത്രമല്ല, സംഘങ്ങൾ ചേർന്നുള്ള യൂണിയനും ഉണ്ട്. അതാണ് നമ്മൾ സംഘടിതമായിരിക്കുന്ന സമ്മേളനങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് സംസാരിച്ചത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ബോധം ജീവനായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈഫ് പ്രിൻസിപ്പിൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ യോജിപ്പ് കൊണ്ട്, യോഗം കൊണ്ട് ആണ് കുട്ടി ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനകത്ത് സൂക്ഷ്മതലത്തിൽ വേണ്ട രീതിയിൽ ചേർച്ചയില്ലെങ്കിൽ ഉണ്ടാകുന്ന ചേർച്ചയില്ലായ്മ, ആ ചേർച്ചയില്ലായ്മ രോഗമായി മാറുന്നതാണ് സഹജം. അതിന് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു, ഉദാഹരണം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു. പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും ഒക്കെ ജനനവും വിതുരരുടെ മഹത്തായ ജന്മവും ഒക്കെ സഹജമായിരിക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഉണ്ടാകുന്ന അവസരം എന്ന് പറയുന്നത് മനോഹരമായിരിക്കണം എന്നുള്ളത് കൊണ്ടും അതിന് ഏറ്റവും നല്ല സമയം ഉണ്ടായിരിക്കണം എന്നും ഒക്കെ വിചാരിക്കുന്നത് കൊണ്ട് പുരാതന കാലം മുതൽ തന്നെ മനുഷ്യന് ഇത്തരം കാര്യങ്ങൾക്കായിട്ടുള്ള പ്രജനന പ്രക്രിയയ്ക്കായിട്ടുള്ള സമയം തന്നെ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഏറ്റവും നല്ല പ്രജകൾ ഉണ്ടാകുന്നതെന്നാണ്. ദിതിയിൽ കശ്യപന് ജനിക്കുന്ന സന്ധ്യാനേരത്ത് ജനിക്കുന്നതായതുകൊണ്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും 2 വിധ്വംസകരായ സ്വഭാവക്കാരായി തീരുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. കാരണം സന്ധ്യ വിഷമയമായ അവസ്ഥയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും അമൃതത്വവും വിഷത്വവും ഉണ്ട്. വ്യക്തികളിലും സമയത്തിലും ഓരോ കണികയിലും വിഷമയമായിരിക്കുന്ന അംശവുമുണ്ട്, അമൃതമയമായിരിക്കുന്ന അംശവുമുണ്ട്. അപ്പോൾ ഇതിനെ ഉദ്ദീപിപ്പിക്കുന്നത് ചാക്രികമായിരിക്കുന്ന കാലം കൊണ്ടാകാം, അതിനെ കവച്ചു വെച്ചുകൊണ്ട്, അതിനെ അതിക്രമിച്ചുകൊണ്ട് മനുഷ്യന്റെ മാനസിക ശക്തി കൊണ്ടാവാം. അപ്പോൾ ഏറ്റവും സാധാരണക്കാര് സ്വീകരിക്കേണ്ടത് കാലികമായിരിക്കുന്ന അവസ്ഥകളെയാണ്. അപ്പോൾ ആ കാലികമായിരിക്കുന്ന അവസ്ഥകളിൽ ദോഷമായിരിക്കുന്ന സമയത്ത് പോലും വിഷമയമായിരിക്കുന്ന ഒരു സമയത്തെ അമൃതമയമാക്കുന്നതിന്, വിഷമയമായിരിക്കുന്ന ഒരു വിഷയത്തെ, ഒരു വസ്തുവിനെ അമൃതമയമാക്കുന്നതിന് ശക്തിയുള്ള മനസ്സുകൾക്ക് സാധിക്കും. അതിനാണ് സമയം വച്ചിരിക്കുന്നത്. ഒരു ദിവസം സിർദിയില് മുൻവശത്തെ തറ ഷഹാബാദ് സ്റ്റോൺ റെയിൽവേ സ്റ്റേഷനൊക്കെ പണ്ട് സാറ് കണ്ടിട്ടുണ്ടായിരിക്കും, പച്ച നിറത്തിൽ. ഇപ്പം അതൊക്കെ പോയി ഇപ്പം പുതിയ തരത്തിലുള്ള ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഷഹാബാദ് സ്റ്റോൺ പതിക്കാൻ വേണ്ടി എല്ലാവരെയും കൂടി ബാവയെടുത്ത് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് പണി തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ആ തോട്ടത്തിലേക്ക് നടക്കാൻ പോവാണ്, തോട്ടത്തിലേക്ക് നടന്നിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പണി തുടങ്ങാം. ശരി, എല്ലാവരും കൂടി റെഡിയായിട്ട് പണിക്ക് നിൽക്കുകയാണ്. അദ്ദേഹം തോട്ടത്തിലോട്ട് നടക്കാൻ ഇറങ്ങി. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആരാണ് മണ്ണിട്ടിട്ട് വെട്ടുന്നതെന്ന് ചോദിച്ചിട്ട് നേരെ തിരിഞ്ഞു. ഈ പോയ ആളെ അല്ല, വൃദ്ധനായി അവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ ആൾക്കാരുടെ പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. എല്ലാ ആൾക്കാരും 4 പാട് ഓടി. അക്കൂട്ടത്തിൽ ഓടിയ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മടിശീല പോലത്തെ ഒരു സഞ്ചിക്കകത്ത് കുറച്ച് കടലയും അവിടെ താഴെ വീണു, വിലക്കടല.
ആളുകളൊക്കെ ഓടിയപ്പോൾ ആ കടല പോയി എടുത്തുകൊണ്ട് അവിടെ കഠിനമായ വയറിളക്കം ബാധിച്ച് ബാബ കാക്ക എന്ന് വിളിക്കുന്ന ഒരു വയോധികനായിരിക്കുന്ന ഒരു ഭക്തൻ അവിടെ ഉണ്ടായിരുന്നു. ബാബ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കടല ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി അതിങ്ങനെ ഊതി അതിൽ കുറച്ചെടുത്ത് 2 എണ്ണം കഴിക്കും, ബാക്കി അയാളെ കയ്യിൽ കൊടുക്കും. അപ്പം അയാൾ വിചാരിക്കുകയാണ് എനിക്ക് വയറിളക്കം കാരണം എഴുതിയിരിക്കാൻ വയ്യാതിരിക്കുകയാണ്, കടലയ്ക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 എണ്ണം ബാബ ചെയ്തില്ല ഇവിടെ വീണ്ടും ഇങ്ങനെ തിരുമ്പുക കൊടുക്കുക. ഇങ്ങനെ ആ ചാക്കിലുള്ള മുഴുവൻ ഈ ചെറിയ സഞ്ചിയിലുള്ള മുഴുവൻ കടലയ്ക്ക് തീറ്റിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആരോ കുറച്ച് വെള്ളം കൊണ്ടു സ്വപ്പ പേരിനെ കുടിച്ചിട്ട് നീ ഇത് ബാക്കി കുടിച്ചു. കടലയ്ക്ക് തിന്ന് വെള്ളവും കുടിക്കുക. വയറിളക്കക്കാരൻ വിചാരിച്ച് തീർന്നു, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പോലും പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു. നിന്റെ വയറിളക്കം ഇതോടെ തീർന്നു എന്നും പറഞ്ഞു. ആ പണിക്കാരെയൊക്കെ വിളിക്കുക, അവരെല്ലാം എവിടെ പോയി, വലിയ ബ്രാഹ്മണരൊക്കെ ഇവിടെ നിന്നല്ലോ, അവരെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അവരെല്ലാം തിരിച്ചു വന്നു, പണി തുടങ്ങിക്കൊള്ളാനും പറഞ്ഞു. ഈ കടലക്കയ്ക്ക് വേണ്ടിയാണ് ആ ഓട്ടിച്ചത് ആൾക്കാരോട് ഒരു കടലക്ക കിട്ടി. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ നിലക്കടലയ്ക്ക് വയറിളക്കാനുള്ള ഒരു വിഷമയമായ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒരു മനസ്സിൻ്റെ നിശ്ചയം കൊണ്ട് അതിനെ നേരെ തിരിച്ച് അമൃതത്വമുള്ളതായി മാറ്റുന്നു. ഞാനിത് സൂചിപ്പിച്ചെന്തെന്ന് വെച്ചാൽ സമയം വിഷമയമാണെങ്കിൽ പോലും ആ സമയത്തെ നന്നാക്കുന്നതിന് മനസ്സുകൾക്ക് സാധിക്കും. ചില മനസ്സുകൾക്ക് സാധിക്കും, എല്ലാവർക്കും സാധിക്കില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയത്ത് തന്നെയാണ് പ്രജനന പ്രക്രിയയിൽ ഏർപ്പെടേണ്ടത്. അതല്ലാതെ പോയതുകൊണ്ട് രാക്ഷസ ജന്മങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. സന്ധ്യാനേരത്ത് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഏറ്റവും വിഷമയമായ സമയമാണ് സന്ധ്യ. അതുകൊണ്ടാണ് മറ്റ് ജോലികളൊന്നും ചെയ്യാതെ ആ സമയത്ത് നാമജപം എന്ന് പറയുന്നത്. അല്ലാതെ വളരെ നല്ല ഐശ്വര്യമായ സമയമാണ് സന്ധ്യ എന്ന് വിചാരിക്കരുത്. ഗോകുലത്തിൽ ഇതൊരു മംഗളമുഹൂർത്തമായി. വൃന്ദാവനത്തിൽ എന്തുകൊണ്ടായിരിക്കും? പശുക്കൾ തിരിച്ചു വരുന്ന സമയമാണ്. വനത്തിൽ മേയാൻ പോയ പശുക്കൾ തിരിച്ച് പൊടി വളർത്തിക്കൊണ്ട് വരുന്ന സമയമാണ് ഇത്. കുറച്ചുകൂടെ നേരത്തെയാണ്, ഇത്ര ഇരുട്ടില്ല. അതിനെ ഗോധൂളി ലഗ്നം എന്ന് വിളിക്കും. അത് വളരെ നല്ല സമയമാണ്. അപ്പോൾ ഗോവന്മാരുടെ ഇടയിൽ ശ്രീകൃഷ്ണന്റെ പേരിട്ടത് പോലും സന്ധ്യയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പശുക്കൾ തിരിച്ചു വരുന്നതാണ് ഏറ്റവും നല്ല സമയം. ഇടയന്മാരില്ലേ, അവർക്ക് അത് തിരിച്ചു വരുമ്പോഴേ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ. വീടിൻ്റെ പണി തുടങ്ങുന്നത്, പിന്നെ കൃഷി തുടങ്ങുന്നത്, കൃഷ്ണന് പേരിട്ട മുതൽ എല്ലാ ബാലകന്മാർക്ക് പേരിടുന്നത്, ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ഗോധൂളിലേക്ക് എത്തിച്ച്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെയല്ല. സന്ധ്യാനേരം എന്ന് പറയുന്നത് വിഷമയമായ സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായ സമയങ്ങളിലോ മാനസികമായിട്ട് ഐക്യമില്ലാതെയോ ചേർച്ചയില്ലാതെയോ പൈശാചികമായിരിക്കുന്ന ബന്ധനം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്കാരമായിട്ടുള്ള പൈശാചിക വിവാഹമാണ് ബലാത്കാരമായി നടക്കുന്ന സംയോഗം. അത് ഒക്കെ തന്നെയും നിരാശ, രോഗം മുതലായവയോടുകൂടിയ കുട്ടികളെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സങ്കല്പത്തിനകത്ത് ഇതിനൊക്കെ നല്ല സമയം കണ്ടെത്തൽ എന്ന് തന്നെ വെച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലെ വിവാഹ സൂക്തത്തിൽ അതിനുവേണ്ടി സമയം കൃത്യമായി പറയുന്നുമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ശരിയായ രീതിയിലുള്ള മാനസിക ഐക്യത്തോടുകൂടി ഉണ്ടാവുന്ന, പ്രേമത്തോടുകൂടി ഉണ്ടാവുന്ന, ചേർച്ചയിലുണ്ടാവുന്ന ജനനങ്ങൾ ആരോഗ്യം തരുന്നു. അല്ലാത്തവ രോഗം തരുന്നെങ്കിൽ അതിൻ്റെ പേര് സഹജമായിരിക്കുന്ന രോഗം. ഇനി രണ്ടാമത്തെ കാര്യം സാർ പറഞ്ഞേ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കേൾക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും മണക്കുന്നതുമായ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന എല്ലാ വിഷയങ്ങളും ആഹാരങ്ങളാണ്. അവയ്ക്കെല്ലാം തന്നെയും അമൃതത്വമുണ്ട്, വിഷത്വമുണ്ട്. അവയിലുള്ള വിഷത്വം തടുക്കാനാകാതെ സൂക്ഷ്മമായി കുട്ടിയെ ബാധിക്കുന്നതാണ് ഗർഭജം. ഭയം, ആശങ്ക, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, ഇങ്ങനെ പല കാര്യങ്ങളും ഗർഭജമായിട്ട് തന്നെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സൽക്കഥകളും തന്മാർക്ക സ്വഭാവങ്ങളോടും കൂടി ഇരിക്കണം ആ 10 മാസം എന്ന് പറയുന്നതിന് കാരണം ആ കുട്ടി അത്രയ്ക്ക് സുന്ദരമായ മാനസികാവസ്ഥയോടുകൂടി ഒഴിക്കും എന്നുള്ളതുകൊണ്ട്. കലുഷിതമായിരിക്കുന്ന മനസ്സോടുകൂടി നടക്കുമ്പോൾ ആ മനസ്സ് കുട്ടിയുടെ മനസ്സിനെയും ഭയപ്പെടുത്തുന്നു. കുട്ടിയെ വേണ്ടെന്ന് തോന്നുന്നതാണെങ്കിൽ അത് ആ കുട്ടിക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി
വേണ്ടപ്പെട്ട സ്വന്തം അമ്മ തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ടല്ലോ. അതിൽ കഴിഞ്ഞൊരു ദുഃഖം ഉണ്ടാവേണ്ടതില്ല. അത് ജീവിതം മുഴുവൻ ആ ദുഃഖത്തിൽ കുറ്റപ്പെട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഗർഭജമായിരിക്കുന്ന രോഗങ്ങളുണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ വിഷത്വങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതായി കാണാം. മൂന്നാമത്തത് ജനിക്കുന്നത് കൊണ്ട് ജനനവേളയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ, ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കർമ്മങ്ങളോടുകൂടിയ ഫലങ്ങൾ, അവയുടെ ഫലങ്ങൾ ജനിക്കുന്നത് വഴിയുള്ള ഇതൊക്കെ ചേർന്നാണ് ജാതജമായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പ്രധാനമായിട്ടും ഒരുവൻ ചെയ്തിരിക്കുന്ന 10 തരത്തിലുള്ള പാപങ്ങളെ ഉദ്ദേശിച്ചാണ് അതിരിക്കുന്നത്. അത് നമ്മളൊരിക്കലും സംസാരിച്ചു കഴിഞ്ഞു. അടുത്തത് കാലം കൊണ്ടുണ്ടാകുന്നത്. കുറച്ച് ദിവസം മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പരാമർശിക്കപ്പെട്ടത്. എക്സസൈസ് ചോദിച്ചു, എൻ്റെ മനസ്സ് പ്രായമാവുന്നത് കൊണ്ടാണോ ചോദിച്ചില്ലേ? അതാണ് കാലജം. കാലജമായിരിക്കുന്നതിന് ഇതൊക്കെ കാലജമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരു രോഗം വരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജന്മനാ തന്നെ വരണമെന്ന് ആവശ്യമില്ല. മറിച്ച് ഇത്രാമത്ര വർഷമാകുമ്പോൾ അത് വർദ്ധിച്ചു തുടങ്ങുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാകേണ്ട രോഗങ്ങളുണ്ട്, മധ്യവയസ്കരായിരിക്കുമ്പോഴുള്ള രോഗങ്ങളുണ്ട്, വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഇതെല്ലാം കാലമനുസരിച്ച് വരുന്നതാണ്. ഇനി ആ കാലമനുസരിച്ച് വരുന്ന രോഗങ്ങൾ പോലും ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കാരണങ്ങളും കൊണ്ട് വരുന്നവയുമാണ്. ജാതജമാണ്, സഹജമാണ്, ഗർഭജമാണ്. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കാലജം 4 സഹജം, ഗർഭജം, ജാതജം, കാലജം. ഇനി അടുത്തത് പീഡ അല്ലേ? അടുത്തേതാ? അപകടങ്ങളിലൂടെ ഉണ്ടാകുന്നത്. പൊള്ളലുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, സ്ഥിരമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാം. ചില രോഗങ്ങൾ വരുന്നതൊരു അപകടം. ചിക്കൻ ബോക്സ് വരുന്നതിന്റെ ഭാഗമായിട്ട് പാൻക്രിയാസ് തകരാറിലാവുക. ഒരു 2% താഴെ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യാറുള്ളൂ ചിക്കൻ ബോക്സ്. അത് അത്രയും അതിൽ നിന്നത് വലുതാണ്. അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഡിസോർഡർ, വളരെ വലിയ ഡിസോർഡറുകൾ ഉണ്ടായി പാൻക്രിയാസ് വർക്ക് ചെയ്തായി പോകും. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് രോഗമാണെങ്കിൽ അതുകൊണ്ട് പാൻക്രിയാസിന് അസുഖം വരുന്ന, ഡയബറ്റീസ് വന്നിരിക്കുന്നത് പീഡജമായിട്ടാണ്. കാരണം അതൊരു അപകടം കൊണ്ട്, ഒരു രോഗത്തിൻ്റെതായ അറ്റാക്ക് കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഒരാൾക്ക് ഒരു വണ്ടിയുടെ ആക്സിഡൻറ്റ് കഴിയുമ്പോൾ തനിക്ക് സുഖമില്ലാതാവുക, ഇടയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും വരിക, ആ പീഡകൾ എന്തെങ്കിലുമൊക്കെ ബാഹ്യ പീഡകളാൽ ഉണ്ടാകുന്നതൊക്കെ പീഡജമാണ്. പക്ഷേ ഇത് തമ്മിൽ വളഞ്ഞു കിടക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്കൊരു രോഗം വരുന്നതിന് കാരണം വേറെ പലതുകൊണ്ട്, പക്ഷെ ആ രോഗം ഉപരോഗങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവയെ പീഡജമായിരിക്കുന്ന രോഗങ്ങളെന്ന് കൂട്ടേണ്ടി വരും. ശരി, അടുത്തത് ഇത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സ്വഭാവങ്ങളിൽ അത് ഏതൊക്കെയാണ്? നിദ്ര, ആനന്ദപ്രസാദ് ചോദിച്ചാൽ പറഞ്ഞത് നിദ്ര, മൈഥുനം, ആഹാര നീഹാരങ്ങൾ ഇവയൊക്കെ അധികമായിട്ടോ ന്യൂനമായിട്ടോ ഉപയോഗിക്കുന്നിടത്ത് സ്വഭാവജന്യം ആയിരിക്കുന്ന രോഗങ്ങൾ വരുന്നു. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നിടത്ത് ഉപദ്രവങ്ങൾ വരുന്നു. കുറവായിട്ട് വരുന്നിടത്തും ഉപദ്രവങ്ങൾ വരുന്നു. അതൊക്കെ എങ്ങനെയാണ്? അസത്യം, സ്ഥേയം, ബ്രഹ്മചര്യം, അതായത് പരതാരഗമനം എന്നാണ് വിളിക്കുന്നത്. പരതാരഗമനം, പിന്നെ സത്യാവസ്ഥ, അപരിഗ്രഹം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, പരിഗ്രഹം സ്വഭാവം, പിന്നെ ഇവയൊക്കെ ചേർന്നാണ് സ്വഭാവജമായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. സത്യം പറയാതിരിക്കാൻ ശ്രമിക്കുക. സത്യം പറയാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണിപ്പോൾ മറ്റേ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ പേരെന്താണ്? എന്തോ ടെസ്റ്റ്? കള്ളം പറയുന്നത് തെളിയിക്കാൻ അതിൻ്റെ പേര് നുണപരിശോധന എന്നിവിടെ പറയുന്നു. അതെനിക്ക് അറിഞ്ഞില്ലേ, ഒരു പേരുണ്ട്. എന്തുകൊണ്ടാണ് അത് വിജയിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സൂക്ഷ്മമായിരിക്കുന്ന തലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. കള്ളം ഒരാൾ അറിയുന്നില്ലായിരിക്കും, പക്ഷെ വേറെ ആരും കള്ളം അറിഞ്ഞില്ലെങ്കിലും അനുഭവിച്ച ആൾ പോലും ചിലപ്പോൾ സമാധാനമായി ഇരുന്നാൽ പോലും കള്ളം പറഞ്ഞയാൾ അല്ലെങ്കിൽ കള്ളം ചെയ്തയാൾ, മോഷ്ടിച്ചയാൾ സ്വസ്ഥനായിരിക്കില്ല, അയാൾ അസ്വസ്ഥനായിരിക്കും. അപ്പം അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന് ഉള്ളാലെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, പിന്നെ മോഷ്ടിക്കുന്നവന് അന്യഥാ കാമം എന്ന് വിളിക്കുന്നതിന് അന്യഥാ കാമം, അത് ഇത്യാദി തെറ്റായിരിക്കുന്ന
ചിന്തകളിൽ ഉണ്ടാകുന്നവയ്ക്കെല്ലാം തന്നെ അതിൻ്റെ മാനസികമായിരിക്കുന്ന സൂക്ഷ്മഫലത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അവയെല്ലാം രോഗം ഉണ്ടാക്കും, തീർച്ചയായിട്ടും രോഗം ഉണ്ടാക്കും. അവസാനത്തത് പ്രഭാവജം സാർ. ആ, പ്രഭാവജം കൂടെ പറഞ്ഞു നിർത്താം. പ്രഭാവജം എന്ന് പറയുന്നത് ശാപങ്ങൾ ആണ്, മനസ്സുകളുടെ ശാപങ്ങൾ. മനസ്സ് നൊന്ത് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രഭാവജം. ആരുടെ നിന്ന് വേണം വാങ്ങിക്കുക? അത് മുനിമാരും ദുർവാസവനെ പോലുള്ള ആൾക്കാരും വേണമെന്നൊന്നും വിചാരിക്കണ്ട. കുറച്ച് ദൃഢതയുള്ള ഏതു മനസ്സ് വിചാരിച്ചാലും ശാപം തന്നെയാണ്. ആ ദുഃഖത്തിൻ്റെ കാഠിന്യം മനസ്സ് നോവുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സ് നൊന്ത് പറയും. ആ മനസ്സ് നൊന്ത് പറയുന്നതിൻ്റെ ഫലമായിട്ട് രോഗങ്ങളുണ്ടാകുന്നു. ആ രോഗങ്ങളാണ് പ്രഭാവജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതല്ലാതെ അപ്പം ചിലപ്പോൾ ഒന്നും മറുത്ത് പറയുന്നില്ലായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് പറയും. അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അതെങ്ങനെ വരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ശപിക്കുന്നവരിൽ സമ്മിളിതമായിരിക്കുന്ന പൂർവജന്മകൃതമായിരിക്കുന്ന പാപങ്ങൾ ഒരു മിസൈൽ പോലെ ആരാണ് ശപിക്കപ്പെടുന്നത് അവരിലേക്ക് പോകുന്നു. കാലമനുസരിച്ച് അവർക്ക് പാകമാകുന്നതനുസരിച്ച് അത് രോഗമായി മാറും. അതാണ് എൻ്റെ കർമ്മസിദ്ധാന്തം. അപ്പോൾ എല്ലാ തരത്തിലും ആയല്ലോ. സാറ് ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാം ആയോ എന്ന് നോക്കണം. ഒന്നാമത്തത് സഹജം, രണ്ടാമത്തത് ഗർഭജം, മൂന്നാമത്തത് ജാതജം, നാലാമത്തത് പീഡജം, അഞ്ചാമത്തത് സ്വഭാവജം. ഇനി കാലജം, സ്വഭാവജം, പ്രഭാവജം. തീർന്നോ? ഇതൊന്നും പോരാതെ വരുമ്പോൾ അംബുജം വീട്ടിൽ ഒരക്കെയായിട്ട് നിൽക്കും. അംബുജമോ പങ്കജമോ മനസ്സിലായില്ലേ? അംബുജ പങ്കജാദികളുടെ താടന പീഡനാദികളാൽ